വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിഷേധങ്ങൾക്കൊക്കെയിടെ ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്നലെ. 47 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ടാണ് ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. കരട് പട്ടികയിൽ നിന്ന് 18 ലക്ഷം വോട്ടർമാരെ അധികമായി ചേർത്തിട്ടുമുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. സെപ്റ്റംബർ 1-ന് ശേഷം വലിയ രീതിയിൽ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിൽ സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. വിശദമായി തന്നെ പരിശോധിക്കാം. 7.42 കോടി വോട്ടർമാർ, അതായത് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ 7.42 കോടി വോട്ടർമാരാണ് ഈ പട്ടികയിലുള്ളത്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് 3,49,82,828 സ്ത്രീകളും അതുപോലെ തന്നെ 3,92,07,604 പുരുഷന്മാർ, അതുപോലെ 1,725 ട്രാൻസ്ജെൻഡേഴ്സ് എന്നിങ്ങനെയാണ് ഈ പട്ടികയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. രേഖകൾ പ്രകാരം 4,03,985 വോട്ടർമാർ 85 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ്. 14,01,150 പേർ 18-നും 19-നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരാണ്. അതുപോലെ ശാരീരിക വൈകല്യമുള്ള 7,20,709 വോട്ടർമാരുണ്ട് എന്നും ഈ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 7,41,92,357 വോട്ടർമാരാണ് ഇത്തരത്തിൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ജൂണിലെ വോട്ടർ പട്ടിക, അതായത് ഈ കരട് വോട്ടർ പട്ടികയും അതുപോലെ തന്നെ അന്തിമ വോട്ടർ പട്ടികയും ഒക്കെ വരുന്നതിന് മുമ്പ് ജൂണിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 7.89 കോടിയായിരുന്നു. 7,89,00,000 സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം. കരട് വോട്ടർ പട്ടിക വന്നപ്പോൾ അതിൽ കാര്യമായ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് കരട് വോട്ടർ പട്ടികയിലെ കാര്യങ്ങൾ പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 1-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 7,24,00,000 വോട്ടർമാരാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വരുമ്പോൾ 65 ലക്ഷം പേർ പുറത്തായി എന്നാണ് മനസ്സിലാകുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ 65 ലക്ഷത്തിലധികം വോട്ടർമാരാണ് കരട് വോട്ടർ പട്ടിക വരുമ്പോൾ പുറത്തായിരിക്കുന്നത്. ആ കാലയളവിലെ പരിശോധന കൂടി നമുക്കൊന്ന് നോക്കാം. ഈ രീതിയിലാണ്, ഈ കാണുന്നത് പോലെയാണ്. ആ കാലയളവിലെ പരിശോധനയിൽ 22,64,136 വോട്ടർമാർ മരിച്ചതായി കണ്ടെത്തി. അതുപോലെ തന്നെ 6,85,000 പേർക്ക് ഇരട്ട വോട്ടുണ്ടെന്നും അതുപോലെ 36,44,939 പേർ സ്ഥിരമായി ബീഹാറിന് പുറത്ത്, സംസ്ഥാനത്തിന് പുറത്താണെന്നും കണ്ടെത്തി. അങ്ങനെ നോക്കുമ്പോൾ 65,64,075 പേരെ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വരാം. ഇന്നലെയാണ് സെപ്റ്റംബർ 30-ന് പുതുക്കിയ കരട് വോട്ടർ പട്ടികയിലുള്ള കാര്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വരുന്നത്. ഈ കരട് വോട്ടർ പട്ടികയിലുള്ള വാദപരമായ ആരോപണങ്ങളും അതുപോലെ തന്നെ പരാതികളും ഒക്കെ പരിഹരിച്ച ശേഷം ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു അന്തിമ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയാണ്. ഇനി അതിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ അന്തിമ വോട്ടർ പട്ടിക എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ആഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയേക്കാൾ ഏകദേശം 22 ലക്ഷം അധിക വോട്ടർമാർ ഈ ഇന്നലെ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 47 ലക്ഷം വോട്ടർമാർ പുറത്താണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 66 ലക്ഷത്തോളം പേർ പുറത്തായിരുന്നു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വരുമ്പോൾ അത് 47 ലക്ഷം മാത്രമായിട്ടുണ്ട്. 47 ലക്ഷം പേർ മാത്രമാണ് പുറത്തായത്. ഇവിടെ തന്നെയാണ് സംശയവും ഉയരുന്നത്. ഈ 68 ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കുകയും 21.53 ലക്ഷത്തോളം പേരെ പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്തതിൽ പാകപ്പിഴകൾ ഉണ്ട് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ വരുന്നതാണ്. നമുക്കറിയാം, അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ തെരഞ്ഞെടുപ്പ് നടപടികൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഒരുക്കങ്ങൾ വിലയിരുത്താനായി ഈ മാസം 4-നും 5-നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ബീഹാറിലെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് സൂചന. PR അരവിന്ദ് വിശദമായ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ പ്രകാരം 7,42,00,000 വോട്ടർമാരാണ് ബീഹാറിൽ അന്തിമ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും നമുക്കറിയാം ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഓഗസ്റ്റ് 1-നാണ് തീവ്ര പരിഷ്കരണത്തിന് ശേഷം ഒരു കരട് പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. അന്ന് 65 ലക്ഷം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നുള്ള കടുത്ത വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. എന്തായാലും ഈ പട്ടിക ഇപ്പോൾ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ ഏകദേശം 47 ലക്ഷം പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ആ കരട് പട്ടികയിൽ നിന്ന് ഏകദേശം 18 പേരുടെ വർധനവ് അന്തിമ പട്ടികയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതായത് 2025 ജൂണിലെ വോട്ടർ പട്ടികയിൽ ഏകദേശം 7.89 കോടി ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ 7.42 ലക്ഷം വോട്ടർമാരായി കുറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം 22 വർഷങ്ങൾക്ക് ശേഷമാണ് ബീഹാറിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടക്കുന്നത്. അപ്പോൾ കൃത്യമായ കുറവുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ BJPയുടെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുകയാണ്. BJPയുടെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ദുഷ്ടലാക്ക് പുറത്തായെന്ന് തന്നെയാണ് ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും BJPയുടെയും തട്ടിപ്പാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. കാരണം 47 ലക്ഷം ജനങ്ങൾ അതിൽ കൃത്യമായി BJPക്ക് എതിരെ വോട്ട് ചെയ്യുന്നവരെയാണ് പൂർണ്ണമായും നീക്കിയതെന്ന് തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നു. നമുക്കറിയാം നേരത്തെ തന്നെ ബീഹാറിലെ ധാക്ക മണ്ഡലത്തിൽ മുസ്ലിങ്ങളുടെ 80,000-ഓളം മുസ്ലിങ്ങളുടെ വോട്ടുകൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഒരു അപേക്ഷ നൽകിയതെല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കൃത്യമായ അഴിമതി ഈ ബീഹാറിലെ തീവ്ര പരിഷ്കരണത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലൂടെ ഉണ്ടായെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിനൊപ്പം യോഗേന്ദ്ര യാദവ് കൂടി ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 1-നാണ് കരട് പട്ടിക പുറത്തു വന്നത്. സെപ്റ്റംബർ 1 വരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പട്ടികയിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായ അപേക്ഷകൾ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അപേക്ഷകൾ നൽകാനുള്ള അവസാന തീയതിയായ സെപ്റ്റംബർ 1 വരെ ഏകദേശം 16.93 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ പുതിയതായി ചേർത്ത വോട്ടർമാരുടെ എണ്ണം 21 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 4 ലക്ഷത്തിലധികം വോട്ടർമാർ എങ്ങനെ വന്നു എന്ന ചോദ്യം കൂടി ഇപ്പോൾ യോഗേന്ദ്ര യാദവ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമുക്കറിയാം നേരത്തെ ഈ കരട് പട്ടികയിൽ ഏകദേശം 65 ലക്ഷം പേരെ ഒഴിവാക്കിയിരുന്നു. പുതിയ പട്ടിക വന്നപ്പോൾ 3 ലക്ഷം പേർക്ക് വോട്ട് നഷ്ടമാവുകയും അതേസമയം 21 ലക്ഷം പേർക്ക് പുതിയതായി ഈ പട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ ഈ 65 ലക്ഷത്തിൽ ഉൾപ്പെട്ടവരാണ്. അതുപോലെ തന്നെ പുതിയ വോട്ടർമാർ അടക്കമുള്ളവരുണ്ട്. എന്തായാലും കൃത്യമായ അഴിമതി ഉണ്ടെന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം ഈ ഒക്ടോബർ 7-ന് സുപ്രീം കോടതി ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പോവുകയാണ്. അന്നൊരു പക്ഷേ സുപ്രീം കോടതിയുടെ തീരുമാനം എന്താകും എന്നതാണ് ഏറെ നിർണായകമാവുക. നേരത്തെ വലിയ രീതിയിലുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിക്കുകയും ആധാർ കൂടി ഒരു തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണമെന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതി അന്ന് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 18 ലക്ഷം പേർ അധികമായി അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും ഈ 65-ൽ നിന്ന് 47-ആയി ഈ വോട്ട് നഷ്ടമായവരുടെ എണ്ണം കുറയുകയും ചെയ്തത്. ഇതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് പേരെ ഒഴിവാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കനത്ത നടപടി ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. സുപ്രീം കോടതി ഈ ബീഹാറിലെ ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടിക റദ്ദാക്കിയാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപക്ഷെ വലിയ തിരിച്ചടിയുണ്ടാകും. നമുക്കറിയാം ബീഹാറിൽ നവംബർ 23-നാണ് നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അടുത്തതാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ കൃത്രിമത്വം ഈ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിലുമുണ്ട്. നിരവധി പേരെ ഒഴിവാക്കി, അതായത് മരിച്ചവർ, നേരത്തെ നമുക്കറിയാം 22 വർഷങ്ങൾക്ക് ശേഷമാണ് തീവ്ര പരിഷ്കരണം നടക്കുന്നത്. അപ്പോൾ ഈ മരിച്ചവരുടെ പേരുകൾ കൃത്യമായി ഒഴിവാക്കാതെ ജീവിച്ചിരിക്കുന്നവരെ കൂടി ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന വിമർശനം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്രയുമായി ബീഹാറിൽ ഉടനീളം പോയപ്പോൾ കൃത്യമായി ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ വോട്ടുകൾ നൽകിയ നഷ്ടമായവരെ വേദികളിലേക്ക് എത്തിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അതായത് ആർക്കൊക്കെ വോട്ടുകൾ നഷ്ടമായി, തങ്ങളുടെ വോട്ട് ബാങ്കുകൾ ഉൾപ്പെട്ട മേഖലകളിലാണോ നഷ്ടമായെന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. പട്ന, മുസഫർപൂർ അടക്കമുള്ള മേഖലകളിൽ 80,000-ഉം 90,000-ഉം വോട്ടുകളാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. അത് ആർക്ക് തിരിച്ചടിയാകുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമായിരിക്കും കാണുവാൻ സാധിക്കുക. എന്തായാലും എത്ര കൃത്രിമത്വം ഉണ്ടെങ്കിൽ ദുഷ്ടലാക്കുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും അന്തിമ വോട്ടർ പട്ടികയിൽ ഒരു പരിശോധന കൂടി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. കൃത്യമായി ഇതിൽ എന്തെങ്കിലും തരത്തിൽ തങ്ങൾക്ക് അപാകതകൾ തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതി ഇക്കാര്യം അറിയിക്കാനും സുപ്രീം കോടതിയിലെ ഇടപെടലിന് ആവശ്യപ്പെടുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ
ബാക്കി സംസ്ഥാനങ്ങളിൽ കൂടി ഇപ്പോൾ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി മുന്നോട്ട് പോകുവാനാണ് കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയും ചെയ്തിരുന്നു. ഈ തീവ്ര പരിഷ്കരണം എന്ന് പറയുന്നത് ഒരു കേവലം 3 മാസം കൊണ്ട് പൂർത്തിയാകേണ്ട ഒരു സിസ്റ്റമല്ല, അത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ എങ്ങനെയാണ് ബീഹാറിൽ ഇത്തരത്തിൽ 3 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കിയത്? അപ്പോൾ അതിൽ കൃത്യമായ അപാകതകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കാരണം ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ കൃത്യമായ മൗനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലിക്കുന്നു. ഒരു BJP വക്താവിനെ പോലെ പെരുമാറുന്നു എന്ന വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തി മുന്നോട്ട് പോകാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 മാസം കൊണ്ട് എങ്ങനെ ഈ കണക്കുകളൊക്കെ രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, 2 ദിവസം മുമ്പ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രം 80,000-ഓളം വോട്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട്, അതും മുസ്ലിങ്ങളുടെ വോട്ടുകൾ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ കൂടി കോൺഗ്രസിന്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും ഒക്കെ ഈ ഒരു ആരോപണം അത് എടുത്തു നിൽക്കുന്നതാണ്. അതിന് മറുപടി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. പക്ഷേ ഇതിനു മുമ്പും പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും യാതൊരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ല പൊതുജനത്തിന് എന്നത് തന്നെയാണ് ശ്രദ്ധേയം.